ഇല്ല, ദീസ് കൈൻഡ് ഓഫ് ലെവലിലേക്കുള്ള ഒരു സമാനമായിട്ടുള്ള ഒരു പടം വന്നിട്ടില്ല. എല്ലാവരും അത് അഭിനയമല്ല, റിയൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഹൃദയത്തെ തട്ടുന്ന രീതിയിലുള്ള സാധനം. അതൊരു ഭയങ്കര വൈബാട്ടോ. ചില സീനുകൾ കാണുമ്പോഴത്തേക്ക് വാവ് എന്നുള്ളൊരു മൊമെന്റ് നമുക്ക് തോന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഓണം എൻട്രി ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലറുമായിട്ട് ആസിഫ് അലിയുടെ കിഷ്കിണ്ട കാണാം. പടത്തെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, എന്തായാലും ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ വലിയ സംഭവമുള്ള പടമാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കിഷ്കിണ്ട കണ്ടിറങ്ങി കുടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ കിഷ്കിണ്ട കണ്ട പ്രിവ്യൂവിൽ ഇതൊക്കെ ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡൊക്കെ ആയിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞില്ലേ, നല്ല മൂവിയാണ് കേട്ടോ, വാച്ചബിൾ മൂവിയാണ്. നല്ല സ്റ്റോറി, ഒട്ടും ലാഗ് ഇല്ലാതെ നീറ്റായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു അഭിനയ പ്രാധാന്യമുള്ള റിയലിസ്റ്റിക് മൂഡ് പടം? എല്ലാവരും അത് അഭിനയമല്ല, റിയൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു ഹൊറർ ക്രൈം ത്രില്ലർ മൂഡാണോ മിസ്റ്ററി മൂഡാണോ ടോട്ടലി? എല്ലാവരും മിക്സ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഭയങ്കരമായിട്ട് കാരണം എനിക്കിങ്ങനെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ത്രില്ലർ പടം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഹൃദയത്തെ തട്ടുന്ന രീതിയിലുള്ള സാധനം. അതൊരു ഭയങ്കര വൈബാട്ടോ, ഭയങ്കര പടം. ആസിഫ് അലിക്ക് അതൊരു കരിയറിൽ നല്ലൊരു പടമായിരിക്കും. രസമുണ്ട്, നല്ല പടം, മിസ്സാക്കരുത് ഈ പടം. ഒരു എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിക് മൂഡിലാണോ എടുത്തേക്കുന്നത്? അത് മൂഡ് ഭയങ്കര സ്ലോ ആണ്, പക്ഷെ അങ്ങനെ സ്ലോ ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ വിജയരാഘവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം ഇങ്ങനത്തെ ഒരു തോട്ട് നമ്മൾ കണ്ടിട്ടില്ല. ത്രില്ലറിനൊന്നും അല്ല ഇത് പറയുന്നത്, കാരണം ഇത് നമ്മൾ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ഇതിങ്ങനെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലൂടെ പോകുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇതൊരു ഭയാനകം അങ്ങനെയല്ല, പക്ഷെ മിസ്സാക്കരുത്. ഭയങ്കരമായിട്ട് ഒരു നോവുന്നൊരു പടം. വലിയ പടത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. കുഴപ്പമില്ല, ഒരു ആവറേജ് മിസ്റ്ററി ത്രില്ലറാണോ? ഒരു അതെ മിസ്റ്ററി ത്രില്ലറാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെ? ഡാർക്ക് മൂഡാണ്? അല്ല, ഒരു സ്ലോ പേസ് പടമാണ്. കുഴപ്പമില്ല, ലാഗ് ഇല്ല, കുഴപ്പമില്ല. പടം കൊള്ളാം, വർക്കാവണം, ഫാമിലിക്കൊക്കെ വർക്കാവും. പറയാനായിട്ടില്ല, വന്ന് കണ്ട് തന്നെ അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. കുറെ ലേയേഴ്സ് ഉള്ള പടമാണ്. അതെ, സിനിമ ഉള്ള അടിപൊളിയാണ്. തുടക്കം നമുക്ക് ചെറിയൊരു ലാഗ് പോലെ തോന്നും, പക്ഷെ ഇരുന്നിരുന്ന് കണ്ടു പോകുമ്പോൾ അടിപൊളിയാണ്. ഇന്റർവെല്ലാണെങ്കിലും ക്ലൈമാക്സ് ആണെങ്കിലും അടിപൊളിയാണ്. ട്രെയിലർ കണ്ടില്ല, ട്രെയിലർ കാണാതെയാണ് ഞാൻ വന്ന സിനിമ കണ്ടത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല സിനിമയാണ്. ഓണം ഓക്കെ, മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം, നല്ല സിനിമയാണ്. ഓക്കെ, ഫാമിലിക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു സ്ലോ പേസ് പടമൊക്കെ കണ്ടുവരുന്നത് അല്ല, സ്ലോ പേസ് തുടക്കം നമുക്ക് തോന്നും, പക്ഷേ പോകെ അങ്ങനെ ആയിരിക്കില്ല. കൊള്ളാം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചില സീനുകൾ കാണുമ്പോഴത്തേക്ക് വാവ് എന്നുള്ളൊരു മൊമെന്റ് നമുക്ക് തോന്നും. എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, വന്ന് ഉണ്ടാകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഹാങ് ഓവർ നിർത്തുന്ന പടമാണ്? ഡെഫിനറ്റ്ലി. കാരണം ഒരു അച്ഛനും മകനും നമ്മളൊരു ഫീല്, അവസാന നിമിഷം ആ വിജയരാഘവനും ആസിഫ് അലിയുടെ ഒരു ആക്ടിങ്ങിൽ നമ്മളെ കണ്ണ് നന്നായിട്ട് നിറഞ്ഞു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു എന്താണ് ത്രില്ലർ മിസ്റ്ററി ഒക്കെ, കാരണം മിസ്റ്ററി ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ആ മിസ്റ്ററിയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് നമ്മളിൽ നിന്നും പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് അവസാനിച്ച് അറിയാൻ പറ്റിയിട്ടില്ല. അത്രത്തോളം ഫുള്ളി എൻ്റർടൈനറാണ്, എസ്പെഷ്യലി മസ്റ്റ് ഫാമിലി വാച്ചാണ്. കാരണം ആസിഫിൻ്റെ ഒരു റിയാക്ഷനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട്, നമ്മൾ കുറച്ചു നേരം പിടിച്ചിരുത്തി. ദീസ് കൈൻഡ് ഓഫ് ലെവലിലേക്കുള്ള ഒരു സമാനമായിട്ടുള്ള ഒരു പടം വന്നിട്ടില്ല. കാരണം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം മസ്റ്റ് വാച്ച്. കാരണം നമ്മൾ ഒരുപാട് ത്രില്ലറും മിസ്റ്ററിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ത്രില്ലർ, ആ ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ശരിക്കും കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, പക്ഷേ അവസാനിക്കുന്നത് വേറൊരു തരത്തിൽ. നമ്മുടെ ജോണർ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ത്രില്ലറാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു ഡാർക്ക് മൂഡാണ്. ഏകദേശം ഒക്കെ. ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. ഏകദേശം സസ്പെൻസ് ഉണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കും. ആസിഫ് അലിയുടെ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ്, അങ്ങനെയൊക്കെ എല്ലാവരും പെർഫോമൻസും അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓണം എൻട്രിയും നമ്മളെ നിരാശരാക്കിയിട്ടില്ല. എല്ലാവരും ഒരു ഡാർക്ക് പടമൊക്കെയാണ് പ്രതീക്ഷിച്ച് വന്നതെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള കിട്ടുന്ന റെസ്പോൺസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും മസ്റ്റ് വാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കിഷ്കിണ്ട കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.